പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 15 ചോദ്യങ്ങളാണ്. 15 മോക്ക് ടെസ്റ്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ചോദ്യങ്ങളെല്ലാം ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 15 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു മോക്ക് ടെസ്റ്റ് വിജയിക്കാൻ വേണ്ടി വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, 7 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും സംസാരിച്ച സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. 2022 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ശ്രദ്ധിക്കുക, 2022 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം എന്നതാണ് ചോദ്യം. ഇപ്പോൾ മാർച്ചിലും ഏപ്രിൽ നമ്മുടെ 2022 ലോക വൃക്ക ദിനം എന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാർച്ച് 10-നാണ് കേട്ടോ. 2023 ആകുമ്പോഴത്തേക്ക് അത് മാർച്ച് 9 ആവും. അത് നമ്മുടെ ഓരോ വർഷത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അതുപോട്ടെ. അപ്പോൾ 2022 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചേ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചേ. എല്ലാവർക്കും ആരോഗ്യമായ വൃക്ക, എല്ലായിടത്തും എല്ലാവർക്കും ആരോഗ്യമായ വൃക്ക, കിഡ്നി രോഗം വരാതെ സുഖമായി ജീവിക്കാം, വൃക്ക രോഗവും കുട്ടികളും അത് തടയാൻ നേരത്തെ പ്രവർത്തിക്കുക. ഇതിൽ ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയവും കൂടാതെ നിങ്ങൾ ശരി ഉത്തരം എഴുതി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്ക, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്ക, ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് ശരി ഉത്തരം. 2022 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്ക എന്നാണ്. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാഷണൽ യൂത്ത് പാർലമെൻറ്റ് ഫെസ്റ്റിവലിൻ്റെ അല്ലെങ്കിൽ NYPF-ൻ്റെ എത്രാമത്തെ പതിപ്പാണ് 2022 നടക്കുന്നതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നാഷണൽ യൂത്ത് പാർലമെൻറ്റ് ഫെസ്റ്റിവലിൻ്റെ എത്രാമത്തെ പതിപ്പാണ് 2022 നടക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, മൂന്നാമത്തേതാണ് കേട്ടോ. അപ്പോൾ 2022 നാഷണൽ യൂത്ത് പാർലമെൻറ്റ് ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ പതിപ്പാണ് നടക്കുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. വംശനാശ ഭീഷണി നേരിടുന്ന കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള ദക്ഷിണാഫ്രിക്കയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബോണ്ട് അല്ലെങ്കിൽ WCB പുറപ്പെടുവിപ്പിച്ച സംഘടന ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് ദക്ഷിണാഫ്രിക്കയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാനായിട്ടുള്ള നമ്മുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബോണ്ട് പുറപ്പെടുവിപ്പിച്ച സംഘടന ഏതെന്നാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. നമ്മുടെ ലോക ബാങ്ക് ആണ് കേട്ടോ. ലോക ബാങ്ക് ആണ്. ശ്രദ്ധിക്കുക, വേൾഡ് ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബോണ്ട് പുറപ്പെടുവിപ്പിച്ച സംഘടന ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബോണ്ട് പുറപ്പെടുവിപ്പിച്ച സംഘടന ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലോക ബാങ്കാണ്, വേൾഡ് ബാങ്കാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 4ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണ്? ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്ത ജില്ല ഏതെന്നാണ് ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശരി ഉത്തരം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടെത്താം. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ. ഓക്കെ, ഞാൻ ശരി ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ വരുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, നമ്മുടെ ക്യാപിറ്റൽ സിറ്റി തിരുവനന്തപുരത്ത് തന്നെയാണ്. 5ാമത്തെ ചോദ്യം ശ്രദ്ധിച്ച്. 5ാമത്തെ ചോദ്യം. അടുത്തിടെ അന്തരിച്ച രമേശ് ചന്ദ്ര ലഹോട്ടി, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അടുത്തിടെ അന്തരിച്ച രമേശ് ചന്ദ്ര ലഹോട്ടി ഇന്ത്യയുടെ മുൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. രമേശ് ചന്ദ്ര ലഹോട്ടി, നിങ്ങളിത് പത്രമൊക്കെ വായിക്കുന്നു, ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരും. ആരാണ് ഈ രമേശ് ചന്ദ്ര ലഹോട്ടി എന്ന് പറയുന്നത്? ആരാണെന്ന് അറിയാമോ? നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആര്? നമ്മുടെ രമേശ് ചന്ദ്ര ലഹോട്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രമേശ് ചന്ദ്ര ലഹോട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇടയ്ക്ക് അന്തരിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കടുത്ത് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, 150.4 കോടി രൂപ ചിലവിൽ, എത്ര രൂപയാണ്? 150.4 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ്
സോളാർ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, എന്താണ് ചോദ്യം? 180 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? 180.4 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, 7ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില്ലു എന്ന വിഭാഗം, ചില്ലു എന്നത് ഏത് വിഭാഗത്തിലുള്ള ജീവി എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജീവിയാണെന്ത്? ചില്ലു എന്ന് പറയുന്ന ഒരു ജീവി. ഇത് ഏത് തരത്തിലുള്ള ജീവി എന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. ഏതാണ് ചില്ലു? ചില്ലു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ജീവിയുണ്ട്. ഏതായിരുന്നത്? നമുക്കറിയാം, അണ്ണാനാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പം ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില്ലു എന്ന് പറയുന്നത് എന്താണ്? ചില്ലു എന്ന് പറയുന്നത് ഒരു അണ്ണാനാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 2022 ശ്രദ്ധിക്കുക, 2022 ആബേൽ സമ്മാന ജേതാവ് ആരെന്നാണ് ചോദ്യം. ഇത് ഞാൻ ഒരിക്കലും ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ് അല്ലേ. 2022 ആബേൽ സമ്മാന ജേതാവ്, ഒന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. 2022 ആബേൽ സമ്മാന ജേതാവ് ആരാണെന്ന്? ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആരാണ്? ഡെനിസ് പാർണൽ സള്ളിവൻ ആണ് അല്ലേ. അപ്പോൾ ഞാനിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഡെനിസ് പാർണൽ സള്ളിവൻ ആണ് എന്ത് ചെയ്യുന്നത്? 2022 ആബേൽ സമ്മാന ജേതാവാണ് ആരുടെ? നമ്മുടെ ഡെനിസ് പാർണൽ സള്ളിവൻ. ഡെനിസ് പാർണൽ സള്ളിവൻ ആബേൽ നോബൽ അല്ല, ആബേൽ സമ്മാന ജേതാവാണ് ആര്? ഡെനിസ് പാർണൽ സള്ളിവൻ. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്കടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഓക്കെ, 9ലേക്ക് പോകുന്നതിന് മുന്നേ ഇത്രയുമാണ് നമ്മൾ കറണ്ട് അഫെയർ. 8 ചോദ്യങ്ങളാണ് കറണ്ട് അഫെയർ. നമുക്ക് ആ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? 2022 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ് നമ്മുടെ 1ാമത്തെ ചോദ്യം. എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്ക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ശരി ഉത്തരം. 2022 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്കയാണ്. 2ാമത്തെ ചോദ്യം എന്താണ്? നാഷണൽ യൂത്ത് പാർലമെൻറ്റ് ഫെസ്റ്റിവലിൻ്റെ അല്ലെങ്കിൽ NYFPയുടെ എത്രാമത്തെ പതിപ്പാണ് 2022 നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 3ാമത്തെ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ദക്ഷിണാഫ്രിക്കയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബോണ്ട് പുറപ്പെടുവിപ്പിച്ച സംഘടന ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം, ലോക ബാങ്ക് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്താണ്. അടുത്തിടെ അന്തരിച്ച രമേശ് ചന്ദ്ര ലഹോട്ടി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നമ്മൾ പറഞ്ഞു. 6ാമത്തെ ചോദ്യം എന്താണ്? 150 കോടി രൂപയ്ക്ക് ചിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് ഏത് മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 7ാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ കേരള സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില്ലു എന്ന വിഭാഗം ഏത് ജീവിയാണെന്ന് ചോദിച്ചാൽ അതൊരു അണ്ണാനാണെന്ന് പറഞ്ഞു. 2022 ആബേൽ പുരസ്കാര ജേതാവാരെന്ന് പറഞ്ഞു? ഡെനിസ് പാർണൽ സള്ളിവൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് പറയേണ്ട ചോദ്യമാണ്. നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ കാലഗണനാ ക്രമത്തിൽ എന്ത് ചെയ്യുക? എഴുതുക എന്നാണ് പറയുന്നത്. കാലഗണനാ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഇതിനകത്ത് പെരിനാട് ലഹളയുണ്ട്, വില്ലുവണ്ടി സമരമുണ്ട്, സാധുജന പരിപാലന സംഘമുണ്ട്, നമ്മളെ കാന്തള ലഹളയുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ആദ്യം വരണം, ഏറ്റവും വലുത് അവസാനം വരണം. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയോ? അപ്പോൾ ശരി ഉത്തരം കണ്ടെത്താത്തവർ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ശരി ഉത്തരം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ വർഷങ്ങളായിട്ടൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് പെരിനാട് ലഹള നടക്കുന്നത് ഏത് വർഷമാണ്? 1915 പെരിനാട് ലഹള, കല്ലുമാല സമരമൊക്കെ 1915 വില്ലുവണ്ടി സമരമാണെങ്കിൽ അത് ഏത് വർഷമാണ്? 1893 അല്ലേ. 1893 അല്ലേ. 1893 എന്ത് ചെയ്യുന്നത്? നമ്മുടെ വില്ലുവണ്ടി സമരം നടക്കുന്നത് 1893. അങ്ങനെയാണെങ്കിൽ സാധുജന പരിപാലന സംഘം ഏത് വർഷത്തിലാണ്? അത് 1907 1907 സാധുജന പരിപാലന സംഘം വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ കാന്തള ലഹള ഏത് വർഷമാണെന്ന് അറിയാമോ? കാന്തള ലഹള 1916 1916 കാന്തള ലഹള. അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്നത് വില്ലുവണ്ടി സമരം 2 ആദ്യം വരും. പിന്നെ ഏത് വരുന്നു? രണ്ടാമത് വരുന്ന ഏതാണ്? സാധുജന പരിപാലന സംഘം 3. പിന്നെ വരുന്ന ഏതാണ്?
1915 അല്ലേ. പെരിനാട് ലഹള 1915 1. പിന്നെ വരുന്ന ഏതാണ്? കാന്തള ലഹള 4 അല്ലേ. ഇപ്പോൾ 2, 3, 1, 4. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരിക. സംശയമുണ്ടോ? അപ്പോൾ വർഷങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം വരുന്ന എന്തായിരുന്നു? നമ്മുടെ രണ്ടാമത്തത് അല്ലേ, വില്ലുവണ്ടി സമരം 1893. രണ്ടാമത് വരുന്ന എന്താണ്? സാധുജന പരിപാലന സംഘം 1907. പെരിനാട് ലഹള 1915. കാന്തള ലഹള 1916. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ വേറെ സംശയമൊന്നുമില്ല, ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 10ാമത്തെ ചോദ്യം, സഹോദര സംഘം സ്ഥാപിച്ച വർഷം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, സഹോദര സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. സഹോദര സംഘം സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് ഏത് വർഷമാണ്? 1917 അല്ലേ. 1917 എന്ത് ചെയ്യുന്നത്? സഹോദര സംഘം സ്ഥാപിക്കുന്നത്. സംശയമില്ലല്ലോ, സഹോദര സംഘം 1917. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത് ഏത് സമ്മേളനത്തെ തുടർന്നുകൊണ്ടെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത് ഏത് സമ്മേളനത്തെ തുടർന്നാണ് എന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സമ്മേളനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. 1921 1ാം കേരള സംഘടന രാഷ്ട്രീയ സമ്മേളനം അല്ലേ. ശ്രദ്ധിക്കുക, 1921 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1921 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിലാണ്. 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിലാണ് കേട്ടോ. 1921 എന്ത് ചെയ്യുന്നത്? 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരുന്നത് 1921 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനമാണെന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 12ാമത്തെ ചോദ്യം ഓക്കെ, നമുക്ക് നോക്കാം. 12ാമത്തെ ചോദ്യം, സിംഹം എന്നറിയപ്പെടുന്നത് ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, സിംഹം എന്നറിയപ്പെടുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആരെന്നാണ് ചോദ്യം. സിമ്പിൾ ആണല്ലേ. സിംഹം ആരെയാണ്? നമുക്കറിയാം, സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് സി കേശവനാണ് അല്ലേ. സി കേശവനാണ് കേട്ടോ. അപ്പോൾ സിംഹം എന്നറിയപ്പെടുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സി കേശവനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ. സിംഹം എന്നറിയപ്പെടുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആരാണ്? നമ്മുടെ സി കേശവനാണ്. ഓപ്ഷൻ ഡി ആണ് അതിനകത്ത് ശരി ഉത്തരം വരിക. ഓക്കെ, നമുക്കടുത്ത് 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 13ാമത്തെ ചോദ്യം, ഇവരിൽ ഗൊറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരെന്നാണ് ചോദ്യം. ഇതിനകത്ത് നമ്മുടെ വേലുത്തമ്പി ദളവയുണ്ട്, പാലിയത്തച്ഛനുണ്ട്, സാമൂതിരിയുണ്ട്, പഴശ്ശിരാജാവുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ശരി ഉത്തരം നമുക്ക് കിട്ടും. പഴശ്ശിരാജാവാണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത് അല്ലേ. അപ്പോൾ ഗൊറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരാണ്? നമ്മുടെ പഴശ്ശിരാജയാണ് അല്ലേ. ഓക്കെ, നമ്മളെല്ലാം മറ്റേ സിനിമയിലൂടെയും അല്ലാതെയൊക്കെ പഠിച്ചതും കണ്ടതും ഒക്കെ തന്നെയാണ്. ഓക്കെ, നമുക്കടുത്ത് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവയിൽ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യകാലങ്ങളിൽ മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടു. ശരിയാണോ? തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയാണോ? തൂവയിൽ പന്തി സംഘടിപ്പിച്ചു. ശരിയാണോ? സാഹോദര്യത്തിനും അതുപോലെ തന്നെ സാമൂഹ്യ നീതിക്കും വേണ്ടി നിലകൊണ്ടു. ഇതിലേതൊക്കെയാണ് ശരി ഉത്തരം വരുന്നത്? സിമ്പിളായിട്ട് നമുക്കറിയാം അല്ലേ. ഏതൊക്കെയാണ്? 1ാമത്തെ ഓപ്ഷൻ ശരിയാണല്ലേ. ആദ്യകാലങ്ങളിൽ മുടിച്ചൂടും പെരുമാളെന്നാണ് നമ്മുടെ വൈകുണ്ഠസ്വാമിയെ അറിയപ്പെട്ടത്. ശരിയാണ്. 4ാമത്തെ ഓപ്ഷൻ ശരിയാണല്ലേ. സാഹോദര്യത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി എന്ത് ചെയ്യുന്നു? അദ്ദേഹം നിലകൊണ്ടു. 2ാമത്തെ ഓപ്ഷൻ ശരിയാണല്ലേ. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് തന്നെയാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. 3ാമത്തേതും ശരിയാണല്ലേ. തൂവയിൽ പന്തി സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമി തന്നെയാണ്. 4 ഓപ്ഷൻസും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യകാലങ്ങളിൽ നമ്മുടെ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ശരിയായ പോയിന്റുകളാണ്. ആദ്യകാലങ്ങളിൽ മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടതും തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും തൂവയിൽ പന്ത് സംഘടിപ്പിച്ചതും സാഹോദര്യത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി നിലകൊണ്ടതൊക്കെ ആര് തന്നെയാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമി തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 14 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇക്കൂട്ടത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചവയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇതിൽ 4 സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് സുധർമ്മ സൂര്യോദയ സഭയുണ്ട്, നമ്മുടെ കല്യാണദായിനി സഭയുണ്ട്, അതുപോലെ തന്നെ വാല സമുദായ പരിഷ്കരണ സഭയുണ്ട്, അതുപോലെ ധർമ്മഭൂഷണി സഭയുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചവയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ?
ഓക്കെ, അങ്ങനെ ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ധർമ്മപോഷിണി സഭ ഒഴിച്ച് ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ സുധർമ്മ സൂര്യോദയ സഭയും കല്യാണി ദായിനി സഭയും ബാലസമുദായ പരിഷ്കരണ സഭയും സ്ഥാപിച്ചത് ആര് തന്നെയാണ്? നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. സംശയമില്ലല്ലോ. ഓക്കെ, ഈ 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിലേറ്റ് ചെയ്ത് തന്നെ ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു 15 ചോദ്യത്തിനകത്ത് നിന്നൊരു 7 മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.